തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയ്ക്ക് ക്രൂരമർദ്ദനം. മർദ്ദിച്ചത് സീനിയർ അഭിഭാഷകൻ ബെയിലിൽ. നീ ഇതാരോടാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് സാറ് അവരുടെയൊക്കെ മുന്നേ വെച്ചിട്ട് എന്നെ അടിക്കുന്നത്. അടിച്ച് അതിന് താഴെ വീണു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് വീണ്ടും അടിച്ചു. അഭിഭാഷകനെ സസ്പെൻഡ് ചെയ്ത് ബാർ അസോസിയേഷൻ. പെൺകുട്ടിക്ക് ആവശ്യമായ നിയമസഹായം നൽകുമെന്നും അസോസിയേഷൻ. നന്ദൻകോട് കൂട്ടക്കൊലയിൽ കേതൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവും 15 ലക്ഷം രൂപ പിഴയും ശിക്ഷ. വീട് കത്തിച്ചതിന് 7 വർഷവും തെളിവ് നശിപ്പിച്ചതിന് 5 വർഷവും തടവ്. പിഴത്തുക സാക്ഷിയായ അമ്മാവിന് നൽകണമെന്നും തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി. जब हमारी बहनों बेटियों का सिंदूर छीना गया तो हमने आतंकियों के धन को उनके घर में घुस के कुचल दिया. പാകിസ്ഥാൻ ഭീകരരെ വീട്ടിൽ കയറി കൊല്ലുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ ഇതിഹാസ പോരാട്ടം. പങ്കെടുത്ത സൈനികരെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. ഷോപ്പിയാനിൽ 3 ലഷ്കർ ഭീകരരെ വധിച്ച ഇന്ത്യൻ സേന. ഇന്ത്യൻ ആക്രമണങ്ങളിൽ 11 സൈനികർ കൊല്ലപ്പെട്ടതായി സമ്മതിച്ച് പാകിസ്ഥാൻ. 78 പേർക്ക് പരിക്കേറ്റുവെന്നും സ്ഥിരീകരണം. കൊല്ലപ്പെട്ടവരിൽ പാക് വ്യോമസേനയിലെ സ്ക്വാഡ്രൺ ലീഡറും തീവ്രവാദികളുടെ സംസ്കാര ചടങ്ങിന് നേതൃത്വം നൽകിയ ഭീകരൻ ഹാഫിസ് അബ്ദുൾ റൌഫിനെ തുടർച്ചയായി ന്യായീകരിച്ച പാകിസ്ഥാൻ. റൌഫ് ഒരു മതവിശ്വാസിയും സാധാരണ കുടുംബനാഥനുമെന്ന് പ്രചാരണം. പഞ്ചാബ് ഫിറോസ്പൂരിൽ പാക് ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ സ്ത്രീ മരിച്ചു. അതിർത്തിയിലെ ജനജീവിതം സാധാരണ നിലയിലേക്ക്. ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയ ഇടങ്ങളിൽ അതീവ ജാഗ്രത. വെടിനിർത്തലിൽ രാഷ്ട്രീയ വിവാദം കടുപ്പിച്ച് കോൺഗ്രസ്. ട്രംപിന്റെ അവകാശവാദത്തിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന ആവശ്യം. പഞ്ചാബിലെ അമൃത്സറിൽ വിഷമദ്യം കഴിച്ച 15 മരണം. 6 പേർ ഗുരുതരാവസ്ഥയിൽ. 6 പേർ അറസ്റ്റിൽ.